ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അഡാർ ലവ് നായിക നൂറിൻ ഷെരീഫ് കാസർഗോഡൻ ഭാഷ സംസാരിച്ച് കാസർഗോട്ടുകാരുടെ മനസ്സിൽ കയറിയിരിക്കുകയാണ്. കാസർഗോഡ് നവഭാരത് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച മെഡിസിയ 2K19 പരിപാടിയിൽ മുഖ്യ അതിഥിയായാണ് ചലച്ചിത്ര താരമായ നൂറിൻ ഷെരീഫ് എത്തിയത്. അഡാർ ലവ് നായികയുടെ ഒരു അഡാറ് വരവ് തന്നെയായിരുന്നു കാസർഗോഡ് സംഭവിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറിൻ ഷെരീഫ് തരംഗമായി മാറിയത് ഇങ്ങനെയൊക്കെയാണ്. വേദിയിലെത്തിയ നൂറിൻ ഷെരീഫിനെ കാണാൻ വിദ്യാർത്ഥികൾക്ക് ആവേശമായിരുന്നു. ഒറ്റ സിനിമയിലൂടെ തരംഗമായി മാറിയ നൂറിൻ വേദിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്യാനും പാട്ടുപാടാനും മറന്നില്ല. വിശിഷ്ട അതിഥിയായി എത്തിയ നൂറിൻ ഷെരീഫ് വിദ്യാർത്ഥികളിൽ ഒരാളായാണ് പിന്നീട് മാറിയത്. കാസർഗോട്ടെ മൊഞ്ചന്മാരെയും മൊഞ്ചത്തികളെയും താൻ സോഷ്യൽ മീഡിയയിൽ നിരീക്ഷിക്കാറുണ്ടെന്നും വേഷവിധാനങ്ങളിൽ കാസർഗോഡൻ സ്റ്റൈൽ പകർത്താറുണ്ടെന്നും നൂറിൻ ഷെരീഫ് വേദിയിൽ വെച്ച് പറഞ്ഞു. കാസർഗോഡ് ഭാഷ സംസാരിച്ച് ഒരാൾ തന്നെ സമീപിച്ചപ്പോൾ ഭാഷ രസിച്ച് കേട്ടുനിന്നെന്നും എന്നാൽ എനിക്കൊന്നും മനസ്സിലായില്ല എന്നും നൂറിൻ പറഞ്ഞു. എന്താ പറയാ, ഭാഷയുടെ സംഭവം ഇന്നും നമ്മൾ സംസാരിച്ചത് നമ്മുടെ കൂട്ടത്തില് ആരോ ഒരാൾ വർത്താനം പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്, എന്താണ് പറഞ്ഞത് നോക്കാറില്ല. അപ്പോൾ അതില് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സെൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവ് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കോസ്റ്റ്യൂംസ് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും മലബാർ ഭാഗത്താണ്. അവിടെ നിന്നൊരു സെൻസസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാസർഗോഡായിരുന്നു. പരിപാടിയിൽ കേരള സംസ്ഥാന യുവജന ബോർഡ് യൂത്ത് കോർഡിനേറ്റർ MA നജീബിനെയും നവഭാരത് സയൻസ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ KM സഫാൻ കുന്നിലിനെയും ആദരിച്ചു. NA നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാപ്പിൽ KBM ഷെരീഫ്, തൊട്ടിയിൽ സാലിഹാജി, സഫാൻ തെക്കിൽ, പബ്ലിക് കേരള മാനേജിംഗ് ഡയറക്ടർ ഖാദർ കരിപ്പൊടി, നവഭാരത് സയൻസ് കോളേജ് ഡയറക്ടർ ആബിദ് എടച്ചേരി എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി സാബിയ സ്വാഗതവും യൂണിയൻ ചെയർമാൻ അഷ്റഫ് ഉദുമ അധ്യക്ഷതയും വഹിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, പബ്ലിക് കേരള.